നമസ്കാരം. CPM-ലെ പുതിയ തർക്കത്തെ പറ്റിയാണ്. എങ്ങനെ പിണറായി വിജയനെ ഒതുക്കാമെന്ന ഒരു ഗൂഢതന്ത്രത്തിൻ്റെ കാര്യങ്ങളാണ്. കണ്ണൂർ കേന്ദ്രമാക്കി തന്നെയാണ്. കണ്ണൂരാണല്ലോ പാർട്ടിയുടെ കരുത്ത്. ഇത് കേൾക്കുമ്പോൾ പാർട്ടിക്കാർക്കൊക്കെ സ്വല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. കണ്ണൂരിൽ തൊട്ടാൽ മറ്റെല്ലാ കേന്ദ്രങ്ങളിലും പാർട്ടിക്ക് അടിപതറുമെന്നാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഭരണം മാറി പ്രതിപക്ഷത്തേക്ക് മാറി എന്ന ചിന്ത പാർട്ടിക്കാർക്ക് അത് തലപ്പത്തെ സംസ്ഥാനതല നേതാക്കൾക്കായാലും താഴെത്തട്ടിലെ പ്രവർത്തകർക്കായാലും കാര്യമായങ്ങ് ബോധ്യപ്പെട്ടേ ഇല്ല എന്ന് തോന്നും ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞാൽ. ദിവ്യ എസ് അയ്യർ എന്ന IAS-കാരിയെ വിഴിഞ്ഞം തുറമുഖ ഡയറക്ടർ നിന്ന് മാറ്റിയത് ഓഹരി വിൽപ്പനയ്ക്ക് എതിര് നിന്നതിനാൽ എന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിൻ്റെ നിലപാട് പാർട്ടിക്ക് ഇങ്ങ് ദഹിച്ചിട്ടില്ല. രാഗേഷിനപ്പുറം ദിവ്യ എസ് അയ്യരെയും ഒരുപോലെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കണ്ണൂർ CPM. എന്തായാലും ശനിയാഴ്ച മുതൽ 3 ദിവസം കേരളത്തിലെ തോൽവിയും വരുത്തേണ്ട തിരുത്തലുകൾക്കുമൊക്കെ രൂപം നൽകാൻ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഡോക്ടർ ദിവ്യ എസ് അയ്യർ. നല്ല ആ വിഴിഞ്ഞം പോർട്ടിന്റെ MD ആയി ഡോക്ടർ ദിവ്യ അയ്യർ അവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് നിയമക്കുരുക്കുകൾ ഉണ്ടായിരുന്നു. ആ നിയമക്കുരുക്കുകളൊക്കെ അവസാനിപ്പിച്ച് ഞാൻ ഈ പറഞ്ഞ അനുബന്ധ കരാർ 17 വർഷം മുമ്പേ വിഴിഞ്ഞം പോർട്ടിന്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള അനുബന്ധ കരാറിൽ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അത് മാത്രമല്ല, ആ കരാറിൽ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ 142 കോടി രൂപ ഫൈനായിട്ട് ചുമത്തും. ഫൈൻ എന്ന് പറഞ്ഞാൽ അദാനി പോലുള്ള ഒരു കമ്പനിയുടെ മേലെ ഫൈന് ചുമത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റൂല. ഫൈൻ എല്ലാ വർഷം 147 കോടി രൂപ ഫൈൻ. അങ്ങനെയുള്ള വ്യവസ്ഥ ഉണ്ടാക്കി 17 വർഷം മുമ്പ് പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ ഉണ്ടാക്കിപ്പിച്ചു. എന്നിട്ടോ ഓരോ ഘട്ടത്തിലും ഇടയ്ക്കിടെ എന്തെങ്കിലും ലംഘിച്ചുകൊണ്ടിരിക്കും. കണക്ക് വെച്ചാൽ കണക്ക് തരില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവസാനം എന്റെ നേരെ അനുഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചു. പല സന്ദർഭങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതിന്റെ മേധാവികള് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി വന്നു. മുഖ്യമന്ത്രി സാധാരണ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാല് നോക്കാം ഒരു വാക്ക് ചിലപ്പം പറയും, അല്ലെങ്കിൽ ഒന്ന് അറിയാറുണ്ട്. അത് ഞങ്ങളോട് പറയും പരിശോധിച്ചു നോക്കും, ഞങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കും, ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കേൾക്കും. പക്ഷെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു, നിങ്ങളുടെ പോർട്ടിന്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. മിസ്റ്റർ വി ഡി സതീശൻ, നിങ്ങൾ ചെയ്യുന്നതോ നേരെ വന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റി. ആരാ ദിവ്യ എസ് അയ്യർ? വീട്ടിൽ പോയിട്ട് കാര്യം നിങ്ങൾ കണ്ടിട്ടില്ല. എന്റെ രാഷ്ട്രീയ ഗുരുവാണ് കാർത്തികേയൻ. കാർത്തികേയന്റെ മകനാണ് ശബരിനാഥൻ. ശബരിനാഥന്റെ ഭാര്യയാണ് ദിവ്യ എസ് അയ്യർ. ആ ദിവ്യ എസ് അയ്യരെയാണ് മാറ്റിക്കളഞ്ഞത്. എന്താ ഉദ്ദേശം? ഒരു ഡീലും പുറത്തറിയരുത്. കാരണം ഇമാതിരി ഏർപ്പാടിന് പോയാൽ അവര് ചിലപ്പോ അതിനൊന്നും വകവെച്ചു കൊടുക്കൂല. നിയമപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ MSCക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ശേഷം പറയും, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണൻ. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അദാനിക്ക് MSCയുമായിട്ട് ഒരു കരാറുണ്ടാക്കാനും അതിനുവേണ്ടി സെബിക്ക് അപേക്ഷ കൊടുക്കാനുള്ള ധൈര്യം കിട്ടുമോ? ഞാൻ ഉറപ്പിച്ചു പറയാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനായിരുന്നുവെങ്കിൽ അങ്ങനെ ധൈര്യം പോയിട്ട് ചിന്തിക്കാനുള്ള കാര്യം പോലും അവര് അങ്ങനെ ഒരു ആലോചന പോലും അവർക്ക് നടത്താനുള്ള ധൈര്യം കിട്ടുമായിരുന്നില്ല. എന്താ വിഡിസിനായപ്പോ ധൈര്യം? അതൊക്കെ മുൻകൂട്ടി ചർച്ച ചെയ്ത് റെഡിയാക്കി ചെവിയിൽ പറഞ്ഞ് നിങ്ങൾ പോയിക്കോ, ബാക്കിയെല്ലാം ഞാൻ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഉറപ്പാടാക്കിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉണ്ടായ പാർട്ടിയിലെ തെറ്റ് തിരുത്തലുകൾക്കായി ഓഗസ്റ്റിൽ വിശാലമായ ഒരു സംസ്ഥാന കമ്മിറ്റിയും ചേരാനിരിക്കുകയാണ് ഈ കണ്ണൂർ കേന്ദ്രീകരിച്ച നീക്കങ്ങൾ. പിണറായി വിജയനെതിരെ വീണ്ടും CPM-നുള്ളിൽ പടയൊരുക്കമെന്ന് പറയുന്നത് വെറുതെയൊന്നുമല്ല. KK രാഗേഷ് എന്ന ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി ഓഫീസിൻ്റെ ചുമതലക്കാരൻ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി നിയോഗിച്ച അതേ KK രാഗേഷിനെ വെട്ടി നിരത്താൻ കണ്ണൂർ പാർട്ടി ഘടകത്തിനെതിരെ നീക്കങ്ങൾ ശക്തമാവുകയാണ്. പാർട്ടിയിലെ പിണറായി വിരുദ്ധർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി കഴിഞ്ഞു. വിഴിഞ്ഞ ഓഹരി വിൽപ്പനയും തുടർ വിവാദങ്ങളും CPM-ലെ കണ്ണൂർ ഘടകത്തിലെ ഉൾപോരിനിത തുടക്കമിട്ടിരിക്കുന്നു.
പാർട്ടിക്കുള്ളിലെ പ്രശ്നക്കാർ കണ്ണൂർ ഘടകത്തിൽ തുടങ്ങുകയാണ് അതിനെ അടിച്ചൊതുക്കൽ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ ആദ്യമായി ഏറ്റെടുത്ത രാഷ്ട്രീയ വിഷയം വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദം. അതിന് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉറച്ച പിന്തുണ നൽകി വരുമ്പോഴാണ് മുതിർന്ന നേതാവായി കണക്കാക്കുന്ന ഇ.പി. ജയരാജൻ തന്നെ ആരോപണത്തെ അസാധുവാക്കുന്ന രീതിയിൽ പ്രതികരിച്ചത്. അദാനിയുടെ വിശദീകരണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയ ഇ.പി. ജയരാജൻ ഈ വിഷയത്തിൽ പിണറായിയുടെ ലൈനൊപ്പമല്ല താനെന്ന് പരസ്യമാക്കുകയും ചെയ്യുന്നു. വി.ഡി. സതീശൻ്റെ മംഗലാപുരം വിവാദ സന്ദർശനത്തിൽ തൂങ്ങി വിഴിഞ്ഞം പോർട്ടിൽ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ 49% ഓഹരി മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ തീരുമാനിച്ചതുവരെ ആയുധമാക്കി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ പിണറായി വിജയൻ വളരെ കൃത്യമായ കരുക്കൾ നീക്കിയത് അങ്ങനെ പാളിപ്പോയി. ഓഹരി കൈമാറ്റ നിയമവിരുദ്ധമാണെന്നും ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നും പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനി ഗ്രൂപ്പിനെ സഹായിക്കാനാണ് എന്ന മറ്റൊരു ആരോപണം തൊടുത്തുവിട്ടിരുന്നു. എം.വി. ഗോവിന്ദനും വെറുതെ ഇരുന്നില്ല, കെ രാഗേഷിൻ്റെ വാദം ഏറ്റുപിടിച്ചു. എന്നാൽ ഇ.പി. ജയരാജൻ ഇതിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. ഒപ്പം പി.കെ. ശ്രീമതിയും കെ ശൈലജയും. വിവാദം അനാവശ്യമാണ്, കാര്യങ്ങൾ അദാനി തന്നെ വ്യക്തമാക്കിയതാണ് എന്നായിരുന്നു ഇ.പിയുടെ പ്രതികരണം. ഇത്തരം വിവാദങ്ങൾ വികസന പദ്ധതികളെ തകിടം മറിക്കുമെന്നും കേരളത്തിന് ദോഷം ചെയ്യുമെന്നും ഇ.പി കൂട്ടിച്ചേർക്കുന്നു. ആവിലുമില്ല ദുനിയാവിലുമില്ല എന്ന രീതിയിൽ സംസാരിക്കരുത് ദിവ്യക്കെതിരെ എന്നാണ് പി.കെ. ശ്രീമതി ഡൽഹിയിൽ പറഞ്ഞത്. ദിവ്യ അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളിൽ കടുത്ത പ്രതികരണമായിരുന്നു പി.കെ. ശ്രീമതിയുടേത്. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം, വിഴിഞ്ഞത്തിൽ ഇ.പി. ജയരാജൻ്റെ നിലപാട് തന്നെയാണ് തനിക്കെന്ന് കൂടി പി.കെ. ശ്രീമതി പറഞ്ഞു വയ്ക്കുന്നു. ദിവ്യയുടെ സ്ഥാനമാറ്റം വിവാദമാക്കേണ്ടതില്ലെന്ന് കെ ശൈലജയും കടുത്ത നിലപാടെടുത്തു. സർക്കാരുകൾ മാറുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റുന്നത് സാധാരണ സംഭവമാണെന്നും അവർ വ്യക്തമാക്കി. അപ്പോൾ ഇരുവരുടെയും ശബ്ദം പിണറായിക്ക് എതിര് തന്നെയാണ്. CPM നേതൃത്വം ഏറ്റെടുത്ത നിലപാടിനെ പരസ്യമായി തള്ളിക്കൊണ്ടുകൊണ്ടുള്ള നേതാക്കളുടെ ഈ കടന്നുവരവ് CPM-ൽ അത്യപൂർവമാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളാണ് ഇത്തരത്തിലുള്ള ഭിന്നാഭിപ്രായം ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത് എന്നതും അടുത്ത സവിശേഷത. ഇതൊക്കെ പാർട്ടിയിലെ ഉൾപോർ എത്ര കണ്ട് ശക്തമായി എന്ന് വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് കെ ശൈലജയും പി.കെ. ശ്രീമതിയും. ഇവർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിൻ്റെ നിലപാടിനെ തള്ളിപ്പറയുകയും കടുത്ത നിലപാടെടുക്കുകയും ചെയ്തതോടെ കണ്ണൂരിലെ ഭിന്നത ഇതാ കൂടുതൽ പ്രകടമാവും. സർക്കാരിന് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള അധികാരമുണ്ടെന്നാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തുറന്നടിച്ചത്. അതുകൂടാതെ തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചതിനെയും ഇവർ ഇതാ ചോദ്യം ചെയ്യുന്നു. ആരുടെ? കെ രാഗേഷിനെ. പക്ഷേ ഈ ചോദ്യം ചെയ്യൽ ചെന്നുകൊള്ളുന്നത് പിണറായി വിജയനിലേക്കാണ്. ഇതോടെ ഫലത്തിൽ കണ്ണൂർ CPM ഈ വിഷയത്തിൽ രണ്ട് ചേരിയിലാണെന്ന് വ്യക്തം. ടി.കെ. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും തെറ്റിദ്ധരുത്തിയാൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞ അതേ എം.വി. ജയരാജന് അത് പിൻവലിക്കേണ്ടി വന്നതും ശ്രദ്ധേയമാണ്. കാരണം കണ്ണൂരിലെ നേതാക്കളുടെ അപ്രമാദിത്വം അവസാനിച്ചിരിക്കുന്നു. അവർ എന്ത് പറഞ്ഞാലും അതിൽ എതിരഭിപ്രായം അപ്പോൾ കിട്ടുന്നു. പ്രത്യക്ഷത്തിൽ കെ രാഗേഷിനൊപ്പമാണ് മുതിർന്ന ഉന്നതരെങ്കിലും അത് ഫലത്തിൽ പിണറായിയെയും ഗോവിന്ദനെയും കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമെന്നാണ് സൂചനകൾ. മുതിർന്ന നേതാക്കൾ പലരെയും മറികടന്നാണ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ്റെ ഓഫീസിലെ ചുമതലക്കാരനിൽ നിന്നും രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. തിരഞ്ഞെടുപ്പിന് പിന്നാലെ കെ രാഗേഷിനെതിരെ കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. പരസ്യമായ പ്രതികരണങ്ങൾ കേട്ടുതുടങ്ങി. തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിയിൽ രാഗേഷിനാണ് ഉത്തരവാദിത്തമെന്നാണ് വിമർശനം. ഇതിനിടയിലാണ് ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട ആരോപണവും നേതാക്കളുടെ ഈ തള്ളിപ്പറയലും. വ്യക്തി താൽപ്പര്യങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടത്തുന്നു എന്നുള്ള വിമർശനങ്ങൾ രാഗേഷിനെതിരെ ചില നേതാക്കൾ ഇപ്പോൾ തന്നെ പാർട്ടിയുടെ സംസ്ഥാന ഘടകങ്ങളിൽ ഉയർത്തുന്നുണ്ട്. തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ജില്ലാ സെക്രട്ടറി കെ രാഗേഷാണെന്നാണ് ഇപ്പോഴത്തെ കണ്ണൂർ ഘടകത്തിൻ്റെ പുതിയ ആരോപണം. പിണറായിയുടെ മൗന സമ്മതത്തോടെയാണ് ഗോവിന്ദൻ അത് നടപ്പാക്കിയതെന്നും എതിർത്തവർ വ്യക്തമായി പറയുന്നു. പിണറായി വിജയനെയോ ഗോവിന്ദൻ മാഷിനെ നേരിട്ട് തള്ളിപ്പറയാൻ ധൈര്യമില്ല എന്നത് ഇപ്പോഴും വ്യക്തം. അതുകൊണ്ട് തന്നെയാണ് അവർ രാഗേഷിനെ ചാരിയുള്ള ഈ നീക്കത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. പി ജയരാജൻ്റെ പുതിയ പുസ്തകത്തെ മുൻനിർത്തി പല ഭാഗങ്ങൾ അദ്ദേഹം പങ്കെടുക്കുന്ന ചർച്ചകൾ ഇതിനകം നടക്കുന്നതും അണികളെ
ഏറെ ആവേശഭരിതരാക്കുന്നുണ്ട്. പക്ഷേ ഈ ആവേശം പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനെതിരെയാണ് എന്നതാണ് ഏറ്റവും രസകരം. എന്തായാലും ദിവ്യേഷ് അയ്യരെ താങ്ങി കെ രാഗേഷിനെ പിന്തള്ളി ഡൽഹിയിൽ PK ശ്രീമതിയും കണ്ണൂരിൽ നിന്നും KK ശൈലജയും. ഇരുവരും സംശയമുന നീളുന്നതും ഇരുവരും വ്യക്തമായ ആരോപണം ഉന്നയിക്കുന്നതും പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ്. അങ്ങനെ കണ്ണൂർ ഘടകത്തിൻ്റെ CPM-നുള്ളിലെ അപ്രമാദിത്യം അത് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.